ഹലോ ഫ്രണ്ട്സ്, മലയാള സിനിമയുടെ ഭാവി എന്ത്? മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെ കാലം കഴിഞ്ഞാൽ മലയാള സിനിമയെ ആര് നയിക്കും? കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. വീക്കറൻസിന്റെ പുതിയൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വീഡിയോ കണ്ടു നോക്കാം. മികച്ച അഭിപ്രായമാണ് ഈ വീഡിയോന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതും മലയാള സിനിമയുടെ ഭാവി ഭദ്രമാണ് തന്നെയാണ് വീഡിയോയിൽ പറയുന്നതും. തീരെ താല്പര്യമില്ലാതെ ബിടെക് പഠിച്ചൊരു ചെക്കനുണ്ടായിരുന്നു. എക്സാമുകളിൽ തോൽക്കുന്ന വേളകളിലെല്ലാം അവൻ അവന്റെ സ്വപ്നങ്ങളിൽ മാത്രമായി ജീവിച്ചു. സിനിമയിലെത്തണം, അതുമാത്രമായിരുന്നു അവന്റെ ആഗ്രഹം. എങ്ങനെയൊക്കെയോ മമ്മൂക്കയുടെ മധുരരാജ എന്ന സിനിമയിൽ അവസരം കിട്ടി. സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഷോട്ടിൽ ആളുകളുടെ ഇടയിൽ നിൽക്കുന്ന സീനിന്റെ ഫോട്ടോ അവൻ തന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തു. സിനിമ എന്നാൽ അത്രത്തോളം ജീവനായിരുന്നു അവന്. തന്റെ സ്വപ്നം പൂർണ്ണമാകുമോ എന്ന ഉറപ്പ് പോലും അവനുണ്ടായിരുന്നില്ല. വെറും ജൂനിയർ ആർട്ടിസ്റ്റായി തന്റെ കരിയർ അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന് അവന്റെ ഉള്ളിൽ ചോദിച്ചിരിക്കണം. വിൽ ഐ എൻഡ് ടു ബി എ ജൂനിയർ ആർട്ടിസ്റ്റ്? പക്ഷെ ആ ചോദ്യങ്ങൾ അധികകാലം നിൽക്കുകയില്ലെന്ന് ആരും തന്നെ വിശ്വസിച്ചില്ല. ചോദ്യങ്ങളെല്ലാം അവസാനിക്കുന്ന വേളകളിൽ ആ പയ്യൻ മോളിവുഡ് ഇൻഡസ്ട്രിയുടെ മുന്നിലേക്ക് ചങ്കുറപ്പോടെ നിവർന്നു നിന്നു. മധുരരാജയിൽ സെക്കൻഡുകൾ പിന്നണിയിൽ നിന്ന ആ ചെക്കനല്ല ഇന്നവൻ. അവന്റെ പേരിനും മുഖത്തിനും ഇന്നൊരു മിനിമം ഗ്യാരണ്ടി ഉണ്ട്. സീനിയർ നടന്മാർ ഉൾപ്പെടെ അധികമാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത 100 കോടി എന്ന മാർക്ക് ഈ പയ്യൻ എത്തിപ്പിടിച്ചു. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ പ്രേമലു എന്ന ഒറ്റ ചിത്രം കൊണ്ട് 100 കോടി ക്ലബിൽ എത്തിയിരിക്കുകയാണ് നെസ്ലിൻ. മലയാളത്തിന്റെ അടുത്ത സൂപ്പർ സ്റ്റാർ നെസ്ലിൻ തന്നെയാണ്. ഇനി വരാൻ പോകുന്ന ആലപ്പുഴ ജിങ്കാനും 100 കോടി ക്ലബ്ബ് നേടുമെന്നതിൽ ഒരു സംശയവുമില്ല. കഴിഞ്ഞിരിക്കുന്നു. ഇതിഹാസങ്ങൾ വാഴുന്ന മോളിവുഡ് ഇൻഡസ്ട്രിയിൽ തന്റെ ഒരു കൈമുദ്ര അവൻ പതിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അസാധ്യമായ ടൈമിംഗ് കൊണ്ട് കോമഡി രംഗങ്ങളും സീരിയസ് റോളുകളും പെർഫെക്ഷനിൽ തന്നെ അവതരിപ്പിച്ചു കാണിക്കുന്നവൻ. മൈന്യൂട്ട് എക്സ്പ്രഷനുകൾ കൊണ്ടും ചെറിയ മാനറിസങ്ങൾ കൊണ്ടും സ്ക്രീനിൽ ചിരിമഴ പെയ്യ്ക്കുന്ന യൂത്തിന്റെ സ്വന്തം ആക്ടർ, 23 ഇയർ ഓൾഡ് സ്റ്റാർ നെസ്ലൻ കെ ഗഫൂർ. അയാളുടെ ദിനങ്ങൾ അത്ര നല്ലതായിരുന്നില്ല. ഇരുട്ടുമൂടിയ മുറിയിൽ അയാൾ തലകുനിച്ചിരിക്കുകയാണ്. അയാളുടെ മനസ്സ് ആകെ അശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഓർമ്മകൾ തീരാ നോവ് പോലെ അയാളെ കുത്തി മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ ഇതിഹാസമായി മാറുമെന്ന് കരുതിയവനാണ്. മലയാള സിനിമയെ ഒട്ടാകെ ഭരിക്കുമെന്ന് പലരും ഉറപ്പിച്ചവനുമാണ്. പക്ഷേ ഇന്ന് എന്തെല്ലാമോ സംഭവിച്ചിരിക്കുന്നു. ഇറങ്ങുന്ന സിനിമകളെല്ലാം ബോക്സ് ഓഫീസിൽ നിലംപരിശായി മാറുന്നു. 3-4 വർഷം കഴിയുമ്പോഴുള്ള ഒരു ഗ്യാപ്പിലാണ് അയാൾക്ക് ഒരു ഹിറ്റ് കിട്ടിയിരുന്നത്. ബാക്കി എല്ലാ സിനിമകളുടെയും അവസ്ഥ അതിദാരുണം. തിയേറ്ററിൽ വന്നു പോകുന്നത് പോലും അറിയാതെ തോൽവി നേരിട്ട എണ്ണമറ്റ ചിത്രങ്ങൾ അയാൾക്ക് സ്വന്തമായി. ഒരു അഭിനേതാവ് എന്ന രീതിയിലും അയാൾക്കുമേൽ ചോദ്യങ്ങൾ വീണിരുന്നു. പിന്നിൽ കളിയാക്കലുകളുടെ ഇമ്പങ്ങൾ കേട്ടുകൊണ്ടിരിക്കെ അയാളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ പടർന്നു. ഇരുട്ടിൽ മുട്ടുമടക്കിയിരുന്നവയെ നോക്കി അശരീരി കണക്കെ ശബ്ദങ്ങൾ ഉയർന്നു. കഴിവ് മാത്രമുണ്ടായിട്ട് കാര്യമില്ല, നല്ല സിനിമകൾ ചെയ്യണം. നീ തന്നെ നിന്റെ കരിയർ അവസാനിപ്പിക്കും. മലയാള സിനിമ നിന്നെ ഇനി മറക്കും. യെസ്, the actor at the darkness will be forgotten forever. തലവന്റെ പ്രൊമോഷനായിട്ട് കമൽഹാസൻ സാറിനെ കാണാൻ പോയി. അപ്പോൾ ആ സമയം ഞാൻ അവിടെ കയറി നിൽക്കുന്നത്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. എനിക്ക് ഉണ്ടായ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ എങ്ങനെയായിരിക്കും, ഏത് സിനിമയെ പറ്റിയായിരിക്കും അദ്ദേഹത്തിനോട് പറയുക, ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചതാണ്. ഈ ഇത്രയും പടങ്ങൾ ഉണ്ടായിട്ട് എനിക്ക് എടുത്ത് പറയാനൊരു പടം ഇല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. ഭയങ്കര അരോചകമായിട്ടാണ് ആസിഫ് അലിയുടെ ക്യാരക്ടർ ഉടനീളം അദ്ദേഹം ചെയ്തു വെച്ചിരുന്നത്. അതെ, ആസിഫ് അലിയുടെ തുടക്കകാലത്ത് ഒരുപാട് സിനിമകൾ അഭിനയിച്ചിരുന്നു. അതൊക്കെ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും ചെയ്തു. ഹിറ്റായത് വളരെ കുറച്ച് സിനിമകളാണ്. അത് മൾട്ടി സ്റ്റാർ ചിത്രങ്ങളുമായിരിക്കും ഒരുപക്ഷെ. ആസിഫ് അലിയുടെ കരിയറിൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു നേരിട്ടത്. എന്നാൽ ഇപ്പോൾ അയാളുടെ സ്ഥാനം എവിടെയെന്ന് നോക്കാം. പക്ഷേ ഇരുട്ടിൽ തലകുനിച്ചിരുന്ന മനുഷ്യന്റെ പിന്നിൽ നിന്നും പതിയെ ഒരു വെളിച്ചം കാണപ്പെട്ടു. ചെറിയ നോക്കിലൂടെ കണ്ട അയാളുടെ മുഖത്ത് ചെറു പുഞ്ചിരി വിടർന്നു. കളിയാക്കി തുപ്പിയ അതേ ജനത ഇന്ന് അയാൾക്ക് പിന്നിൽ നിന്നും കൈകൾ അടിക്കുന്നു. നിശബ്ദമായ ആകാശത്തിന് മുകളിലൂടെ വാൽനക്ഷത്രങ്ങൾ എത്തിപ്പറക്കുന്ന പോലെ, മരുഭൂവിൽ കാതങ്ങൾക്കപ്പുറം പ്രതീക്ഷയുമായി മറയുന്ന മരുപ്പച്ച പോലെ, ഇരുട്ടിന്റെ അകതയെ ഇല്ലാതാക്കിക്കൊണ്ട് ഇരുട്ടിനെ പ്രണയിച്ചവരെ സൂര്യകിരണങ്ങൾ കൊണ്ട് ഇല്ലാതാക്കുന്ന പ്രഭാതം പോലെ അവന്റെ ആ ചിരി ലോകം മുഴുവൻ പടർന്നു. അതെ, നിങ്ങൾ മറക്കുമെന്ന് പറഞ്ഞവനാണത്. ഇന്ന് മറക്കാനാകാത്ത പ്രതിഭയുമായി നമ്മളെ വിസ്മയിപ്പിക്കുന്നവൻ. കാർമേഘങ്ങൾ മൂടുന്ന ആകാശത്തെ തന്റെ പ്രഭയാൽ പുലരിയാക്കി മാറ്റിയവൻ. തന്റെ പ്രതിഭ കൊണ്ട് കളിയാക്കിയവരെ കൊണ്ട് മാറ്റി പറയിച്ചവൻ. You saw the darkness there. Now witness the brightest ever.
അതെ, ഇപ്പോൾ അയാൾ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന മലയാളത്തിലെ മെയിൻ സ്റ്റാറാണ് ആസിഫ് അലി. ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി ബോക്സ് ഓഫീസിൽ വന്നു. ഒരു മിനിമം ഗ്യാരണ്ടി അദ്ദേഹം ഉറപ്പു തരുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ചിത്രങ്ങളിൽ. മറ്റുള്ള താരങ്ങൾ 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യുമ്പോൾ ഇയാളുടെ കളക്ഷൻ 20-25 കോടിയായിരുന്നു മാക്സിമം. എന്നാൽ ഇപ്പം തുടർച്ചയായി 50 കോടികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ആസിഫ് അലി. മോണെ അതെ, അത് അയാൾ തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ ഹിറ്റുകളില്ലാതെ അവസാനിപ്പിച്ച എന്നാൽ ഇന്ന് ഏറ്റവും മികച്ച സിനിമകളിലൂടെ ആരാധകരുടെ മനസ്സിലേക്ക് തീ പോലെ ഇടിച്ചു കയറിയവൻ. എണ്ണമറ്റ മോശം സിനിമകൾ അയാളെന്ന നടനെ ഇല്ലാതാക്കിയെന്ന് മുൻവിധിച്ച ലോകം ഇന്ന് കണ്ണും തുറന്ന് കാണുന്നുണ്ട് അയാൾ ഇന്ന് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇതിഹാസം. 2024 വർഷം ക്വാളിറ്റി കൊണ്ടും ബോക്സ് ഓഫീസ് പവർ കൊണ്ടും താൻ ആർക്കും കാതങ്ങൾ പിന്നിലല്ല എന്ന് അയാൾ തെളിയിച്ചു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം നെസ്ലിനും ആസിഫ് അലിയും മലയാള സിനിമയുടെ ഭാവി വാഗ്ദാനങ്ങളാണ്. നെസ്ലിൻ ഒരുപക്ഷെ മലയാള സിനിമയുടെ അമരക്കാരൻ തന്നെ ആയി മാറാം. ചെറിയ പ്രായത്തിൽ തന്നെ മികച്ച സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആസിഫ് അലി ട്രാക്ക് മാറ്റി പിടിച്ചപ്പോൾ തൊട്ടതെല്ലാം പൊന്നാക്കുകയാണ്. മലയാള സിനിമാ പ്രേക്ഷകരുടെ ഇഷ്ട നായകന്മാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞു ആസിഫ് അലി. എന്തായാലും മലയാള സിനിമയ്ക്ക് ഭാവി തലമുറയിൽ 2 മെയിൻ ആക്ടേഴ്സ് ആസിഫ് അലിയും നെസ്ലിനും ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പ് പറയാം. ഇതിന്റെ അടുത്ത പാട്ടിൽ ഇനി ആരാകുമെന്ന് നമുക്ക് നോക്കാം.